നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. ഇന്നത്തെ വീഡിയോ ഒരു ഒറ്റമൂലിയെ പരിചയപ്പെടുത്താനാണ്. ചെറുകടലാടിയാണത്. പൈൽസ് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസ് ആണെങ്കിലും രക്തസ്രാവം കൊണ്ടുണ്ടാകുന്ന പൈൽസ് ആണെന്നുണ്ടെങ്കിലും രണ്ടും കുറയ്ക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇത് ചെറുകടലാടി എന്ന് പറയുന്നത് നമ്മുടെ തൊടികളിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ്. സമൂലമായിട്ടുള്ളതാണ് ഈ ഒരു ചെടി എടുക്കേണ്ടത്. വേരും തണ്ടും ഇലയും എല്ലാം കൂടിയിട്ടുള്ളതാണ്. സമൂലമായിട്ടുള്ള രീതിയിലുള്ള ചെറുകടലാടിയിൽ നിന്നും ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കാം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മണ്ണും പൊടിയും ഒക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളം തൊടാതെ ഇത് അരച്ചെടുക്കാൻ അമ്മയിലിട്ടിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടോ അരച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലാക്കാം. അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇനി ബാക്കിയായിട്ടുള്ള ചെറുകടലാടിയിലേക്ക് 2 സ്പൂൺ അളവായിട്ടുള്ള പച്ച പശുവിൻ പാല് ചേർക്കേണ്ടതാണ്. പച്ച പശുവിൻ പാലെന്നർത്ഥം തിളപ്പിക്കാത്ത രീതിയിലുള്ള പശുവിൻ പാൽ എടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടതാണ്. ഇത് കഴിച്ച് 1 മണിക്കൂർ സമയത്തേക്ക് വേറെ മറ്റ് ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴിക്കരുത്. 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് വെള്ളമോ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു 3 തൊട്ട് 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേദനകൾ അകറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇനി ആദ്യം നേരത്തെ മാറ്റി വെക്കാൻ പറ്റുള്ള കുറച്ച് ചെറുകടലാടി എന്ന് പറയുന്നത് വേദനയുള്ള ഭാഗത്തും പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിന്റെ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആ ഒരു ഭാഗത്ത് പുരട്ടി കൊടുക്കേണ്ടതാണ്. ഇത് ഏകദേശം 3 അല്ലെങ്കിൽ 4 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാനും പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. 3 അല്ലെങ്കിൽ 7 ദിവസം വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കുക.